ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ചൈനീസ് ന്യൂ ഡ്രാമയാണ്. ഡ്രാമയുടെ സ്റ്റാർട്ടിനെ കാണിക്കുന്നത് നമ്മുടെ ഈ ഡ്രാമയിലെ ഹീറോയിനാണ്. നമ്മുടെ ഹീറോയിനെ പറയുകയാണെങ്കിൽ ഹീറോയിന് ഒരു സ്റ്റെപ്പ് ഫാദറാണ് ഉള്ളത്. ഇവളുടെ മദറാണെങ്കിൽ രണ്ടാമത് കല്യാണം കഴിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഫാദറാണെങ്കിൽ അവളുടെ അടുത്ത് മോശമായിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ വീട്ടിൽ നിൽക്കാൻ തീരെ താല്പര്യമില്ല. അതേ സമയത്ത് ഇവളുടെ ഡ്രസ്സാണെങ്കിൽ ഒരെണ്ണം മിസ്സിങ് ആയിട്ടുണ്ടായിരിക്കും. ഇവളത് നോക്കുന്ന ടൈമിൽ അത് കാണണ്ടാവില്ല. അങ്ങനെ നമ്മുടെ ഹീറോയിന് ചെറുതായിട്ട് ഡൗട്ട്സ് അടിക്കുന്നുണ്ട്, അതായത് ഇവളുടെ സ്റ്റെപ്പ് ഫാദറിനെ. ആ ടൈമിൽ അയാളെ കാണിക്കുന്നുണ്ട്. ഇയാളാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് വരുന്നുണ്ട്. ഹീറോയിനാണെങ്കിൽ ആകെ പേടിച്ച് പോകുന്നുണ്ട് കേട്ടോ. ഈ ടൈമിലാണെങ്കിൽ അവൾ വിചാരിക്കുകയാണ് ഇയാൾ എന്തിനാണ് അവൻ്റെ അടുത്ത് വരുന്നതെന്ന് അവൾ ചിന്തിക്കുന്നുണ്ട്. അതിനുശേഷം ഇയാളാണെങ്കിൽ അവളുടെ അടുത്ത് ക്ലോസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹീറോയിൻ പേടിച്ച് പോയിട്ടുണ്ട്. ആ ടൈമിൽ കറക്റ്റ് ഇവൾ അമ്മ വന്നിട്ട് ലൈറ്റ് ഓൺ ആക്കുന്നുണ്ട്. അങ്ങനെ അമ്മ വന്നിട്ട് ചോദിക്കുകയാണ് എന്താ ഇവിടെ നടക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് ദേ ഇയാൾ എന്നെ എടുത്തേക്ക് മോശമായിട്ട് ബിഹേവ് ചെയ്യാൻ വന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അമ്മ ചോദിക്കുമ്പോൾ ഇയാൾ പറയുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഇവിടെ പേടിപ്പിച്ചതാണ്, ഇവിടെ എൻ്റെ മോളല്ലെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട് അല്ല ഇയാൾ അത്രയ്ക്ക് നല്ലവനൊന്നല്ല, ഇയാൾ പൊട്ട മനുഷ്യനെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ സംസാരിക്കുന്നുണ്ട്. ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ അമ്മയാണെങ്കിൽ ഹീറോയിൻ പറയുന്നത് ഒന്നും കേൾക്കുന്നില്ല. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഭയങ്കര സാഡ് ആവുന്നുണ്ട്. കാരണം ഇവൾ പറയുന്നത് അമ്മ വിശ്വസിക്കുന്നില്ല. അമ്മയ്ക്കാണെങ്കിൽ ഇയാളെ നല്ല വിശ്വാസമാണ്, പക്ഷേ ഇയാളാണെങ്കിൽ തനി ഫ്രോഡാണ് കേട്ടോ. ഇവളൊരു മോളെ പോലെ നല്ല ട്രീറ്റ് ചെയ്യുന്നത് ഇവളെ വേറെ രീതിയിലാണ് കാണുന്നത്. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇതൊക്കെ അവളെ കൂട്ടുകാരി അടുത്ത് വന്ന് പറയുകയാണ്. അവൾ പറയുകയാണെങ്കിൽ എനിക്ക് വീട്ടിൽ നിൽക്കാൻ ഒട്ടും താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് കൂട്ടുകാരാണെങ്കിൽ അവൾക്കൊരു സൊല്യൂഷൻ കൊടുക്കുകയാണ്. നീ ഒരു കാര്യം ചെയ്യ്, ഒരു മാരേജ് ചെയ്യാൻ പറയും, ഫ്ലാഷ് മാരേജ്. അങ്ങനെ പറഞ്ഞ് നമ്മുടെ ഹീറോയിൻ നോക്കെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ ഡ്രാമയിലെ ഹീറോയിനാണ് കാണിക്കുന്നത് കേട്ടോ. നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒരു റിച്ചസ്റ്റ് പേഴ്സൺ ആണ്. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒരു ഷോപ്പിലിരിക്കുകയാണ്. ഈ ടൈമിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവിടേക്ക് വന്നിട്ട് ഇവിടെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് പറയുകയാണ് എനിക്ക് നിങ്ങളെ മാരേജ് ചെയ്യാൻ താല്പര്യമെന്ന് പറയുന്നുണ്ട്. കാരണം ഫ്ലാഷ് മാരേജ് ആണല്ലോ. ഹീറോ ആണെങ്കിൽ ഹീറോയിനെ കണ്ടപ്പോൾ തൊട്ട് തന്നെ അവളൊന്ന് സ്റ്റക്കായിട്ട് നോക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ അപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ്റെ ഫേസ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇവള് വിചാരിക്കണം അയ്യോ ഞാനിപ്പോൾ റോങ് ആയിട്ടുള്ള ആളടുത്താണ് അവൾ സംസാരിച്ചത് അവൾ തിങ്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഹീറോ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഹീറോ ആണെങ്കിൽ ഒരു പ്ലേസിലേക്ക് വരുമ്പോൾ നമ്മുടെ ഹീറോയിനെ ഇവ ഫസ്റ്റായിട്ട് കാണുന്നുണ്ട്. കണ്ട മാത്രമേ തന്നെ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഇവളോട് ഭയങ്കരമായിട്ട് ഒരു ക്രഷ് അടിക്കുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ ഇവളെ തന്നെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോ വന്ന് നോക്കുന്ന ടൈമിൽ ഹീറോയിൻ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരിക്കും. അവളെ കയ്യിൽ നിന്ന് ഒരു കീ ചെയിൻ വീണുണ്ടായിരിക്കും. ഈ കീ ചെയിൻ ആണെങ്കിൽ നമ്മുടെ ഹീറോ എടുത്ത് സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഇവൻ ആലോചിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവൾ മാരേജ് ചെയ്യാന്ന് പറഞ്ഞല്ലോ. അപ്പം നമ്മുടെ ഹീറോ പറയാണ് എനിക്ക് സമ്മതം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അപ്പോൾ തന്നെ അവരുടെ രണ്ടുപേരും മാരേജ് കഴിയാണ് കേട്ടോ. മാരേജ് എന്ന് വെച്ചാൽ രജിസ്ട്രേഷൻ കഴിയാണ്. രജിസ്ട്രേഷൻ മാരേജ് കഴിയുമ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഷോക്ക് കിട്ടുക. കാരണം ഒരു നിമിഷം കൂടി തന്നെ മാരേജൊക്കെ കഴിഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയും വീഴാൻ പോകുന്ന ടൈമിൽ ഇവളെ കറക്റ്റ് പിടിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സെക്കൻഡ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് കേട്ടോ. ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഓൾറെഡി നമ്മുടെ ഹീറോയിനെ ഇഷ്ടമാണ്, പക്ഷെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇവൻ്റെ നമ്പറൊക്കെ അവളെ ഫോണിൽ ഡയൽ ചെയ്തിട്ട് പറയുകയാണ് നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൾ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹീറോയിന് മോക്കെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. ഈ ടൈമിലാണെങ്കിൽ അവൻ്റെ കയ്യിൽ കീ ചെയിൻ ഉണ്ടായിരിക്കും അവളുടെ മിസ്സായി പോയത്. എന്നിട്ട് ഇവൻ പറയാണ് ഫൈനലി അങ്ങനെ നീ എൻ്റെ വൈഫായെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അസിസ്റ്റൻറ്റ് വരുന്നുണ്ട്. അസിസ്റ്റൻറ്റിനോട് നമ്മുടെ ഹീറോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഈ ടൈമിൽ അസിസ്റ്റൻ്റ് ആണെങ്കിൽ അന്തം വിട്ട് നിൽക്കുകയാണ്. എന്ത് ഒരു സെക്കൻഡോട് തന്നെ നമ്മുടെ സാറിൻ്റെ മാരേജ് കഴിഞ്ഞെന്നാണ് നമ്മുടെ അസിസ്റ്റൻറ്റ് തിങ്ക് ചെയ്യണത്. അതിനുശേഷം നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഫ്രണ്ടിനെ കോൾ ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് അടുത്ത് വന്നിട്ട് പറയണത് എൻ്റെ മാരേജ് കഴിഞ്ഞ് പറഞ്ഞിട്ട് ആ സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുക്കേണ്ടി. ഈ ടൈമിൽ ഫ്രണ്ടാണെങ്കിൽ കണ്ട് ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നല്ല നമ്മുടെ ഹീറോ എന്ന് പറയുന്നത് ഫ്രണ്ടിൻ്റെ അങ്കിളാണ്. എന്നിട്ട് ഇവള് പറയാണ് എന്ത് നീ എൻ്റെ അങ്കിളിനാണോ മാരേജ് ചെയ്തെന്ന് ചോദിക്കേണ്ടി. ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ ചോദിക്കേണ്ട അങ്കിളോന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കൂട്ടുകാരിയാണെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ്. നമ്മുടെ ഹീറോയിനും കൂട്ടുകാരും ഒരുമിച്ചാണ് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഈ സമയത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒരാളങ്ങനെ നോക്കി നിൽക്കുന്നത് നമ്മുടെ ഇവള് കണ്ടിട്ടുണ്ടായിരിക്കും. എന്നിട്ട് പറയാണ് നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഒരു ക്രഷ് ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആൾക്ക് അവളെയാണ് ഇഷ്ടം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ ഇത് കേൾക്കുമ്പോൾ എന്തോ ഒരു വിഷമാവുണ്ട്. കാരണം ഓൾറെഡി ഇവനെ മാരേജ് ചെയ്ത് കഴിഞ്ഞല്ലോ. ആക്ച്വലി ഇവൻ്റെ ക്രഷ് നമ്മുടെ ഹീറോയിൻ തന്നെയാണ്, അവൾക്ക് അറിയില്ല. പിന്നീട് അതിന് ശേഷം നമ്മുടെ ഹീറോ ആണെങ്കിൽ ഓഫീസിലേക്ക് വരാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ട് ഇവൾക്കാണെങ്കിൽ കോൾ ചെയ്യേണ്ടി. ഈ സമയത്ത് ഹീറോയിൻ പറയുന്നുണ്ട് എനിക്ക് നിങ്ങൾ അർജൻറ്റായിട്ടൊന്ന് മീറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയും മോക്കെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് കറക്റ്റ് നമ്മുടെ ഹീറോയിൻ്റെ സ്റ്റെപ്പ് ഫാദർ ഉണ്ടല്ലോ, ആളാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇയാളെ കാണുന്ന സമയത്ത് ഇവിടെ പേടിക്കുന്നുണ്ട്. ഇയാളാണെങ്കിൽ ഇവിടെ അടുത്ത് മോശമായിട്ട് ബിഹേവ് ചെയ്യാൻ ശ്രമിക്കാണ് കേട്ടോ. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിൻ ഭയങ്കരമായിട്ട് കരയേണ്ട ആ ടൈമിൽ കറക്റ്റ് അമ്മ വരുന്നുണ്ട് കേട്ടോ. അമ്മ വന്നിട്ട് ഡോറ് വന്ന് തട്ടുന്നുണ്ട്. അങ്ങനെ ഇയാൾ പറയാണ് നീ അമ്മയുടെ അടുത്ത് വല്ലതും പറഞ്ഞാൽ നിനക്ക് ഒന്ന് കളയുന്നു പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അതിന് ശേഷം അമ്മ വരുന്ന സമയത്ത് നമ്മുടെ ഹീറോയിന് എന്തോ പറയണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ അമ്മയാണെങ്കിൽ നമ്മുടെ ഹീറോയിനാണ് ഫയർ ചെയ്യണത് കേട്ടോ. അതായത് നമ്മുടെ ഹീറോയിൻ പറയുന്നത് ഒന്നും കേൾക്കണില്ല. അമ്മയ്ക്ക് അത്ര വിശ്വാസമാണ് ഇയാളാണെങ്കിൽ നല്ലവനെ പോലെ തന്നെ ആക്ട് ഒക്കെ ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ
നമ്മുടെ അമ്മ പറയുന്നുണ്ട്, നീ എന്തിനാണ് എപ്പോഴും ആളിങ്ങനെ മോശമായിട്ട് ട്രീറ്റ് ചെയ്യണമെന്ന് ചോദിച്ചിട്ട് ചീത്ത പറയണം. എന്നിട്ട് ഇവളുടെ ബാഗൊക്കെ കൊടുത്തിട്ട് കുറേ മേക്കപ്പ് കിറ്റ്സ് ഒക്കെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്തിട്ട് പറയണം, ഇതൊക്കെയാണല്ലേ നിൻ്റെ യൂസേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അമ്മയാണെങ്കിൽ ഇവൾ നല്ല രീതിയിൽ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മുടെ അമ്മ ഇവൾ സംസാരിക്കണം. നമ്മുടെ ഹീറോയിനാണെങ്കിൽ അമ്മയുടെ അടുത്ത് ഈ കാര്യം പറയണമെന്നുണ്ട്. ആ ടൈമിൽ അമ്മയ്ക്ക് പെട്ടെന്ന് എന്തോ വയ്യാണ്ടായി വരുന്നുണ്ട്. എന്നിട്ട് അമ്മ പറയാണ്, ഞാൻ പ്രഗ്നൻ്റാന്ന് പറയുന്നത്. ഇത് കേൾക്കണ സമയത്ത് ഇവളൊന്ന് ഷോക്ക് ആവുന്നുണ്ട്. കാരണം നമ്മുടെ അമ്മ പ്രഗ്നൻ്റാണ്, അയാളുടെ കൊച്ചാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിനൊന്നും പറയാൻ പറ്റണില്ല. അങ്ങനെ നമ്മുടെ ഹീറോയിനൊന്ന് സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. പിന്നെ ആ സീൻ കട്ട് ചെയ്തിട്ട് കാണിക്കുന്നത് നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്ക് ഹീറോയിൻ വരുന്നതാണ് കേട്ടോ. നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്ക് വരുന്നത് വേറെ ഒന്നല്ല, ഡിവോഴ്സിന് വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിൻ ഓൾറെഡി ഡിവോഴ്സ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ അമ്മ പ്രഗ്നൻ്റ് ആണല്ലോ, അതുകൊണ്ട് തന്നെ അവൾക്ക് ഇനി അതൊന്നും പറയാനും പറ്റില്ല. എന്നിട്ട് ഇവളാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയേണ്ടത് ഡിവോഴ്സ് വേണ്ടാന്ന് പറയുന്നുണ്ട്. ഈ സമയത്തൊന്ന് സ്റ്റക്ക് അങ്ങനെ ജ്യൂസ് ആണെങ്കിൽ ഉള്ള മേലിൽ പോകൊണ്ട് നമ്മുടെ ഹീറോ അവളെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട്. അതിന് ശേഷമാണെങ്കിൽ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ്റെ ഫാദർ ഉണ്ടായിരിക്കും. ഫാദറിൻ്റെ അമ്മയും അതുപോലെ ബ്രദറും വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അമ്മയുടെ അടുത്ത് മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ ഫാദറിൻ്റെ ബ്രദറിനെ കൊണ്ട് നമ്മുടെ ഹീറോയിനെ കെട്ടിക്കാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ ഇവൾക്കാണെങ്കിൽ ഇഷ്ടമുള്ള കാരണം അങ്കിളാണല്ലോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഇവള് പറയണ്ടേ, എനിക്ക് താല്പര്യമൊന്നുമില്ല ഇയാളെ മാരേജ് ചെയ്യാന്ന് പറയണ്ട കേട്ടാ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ അമ്മയും പറയണ്ട, ഇവള് കൊച്ചുകൂട്ടിയല്ലെന്ന് പറയണ്ട. അപ്പോൾ ഇയാളാണെങ്കിൽ എന്നിട്ട് പറയണേ, എനിക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിൻ പറയേണ്ടത്, നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, പക്ഷേ എനിക്ക് താല്പര്യമില്ല. ആ സമയത്ത് സ്റ്റെഫ് ഫാദർ വന്നിട്ട് പറയുകയാണെങ്കിൽ ഇവള് കൊച്ചുകൂട്ടിയല്ലേ, ഇവൾക്ക് അങ്ങനെയൊന്നും കല്യാണം കഴിക്കാൻ ഇപ്പോൾ ടൈം ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളാണെങ്കിൽ ഇവളെ വല്ലാത്ത രീതി നോക്കുന്നുണ്ട്. ഇയാൾ ഉദ്ദേശം വേറെയാണ്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിന് നല്ല ദേഷ്യം വേണ്ടി. ഹീറോയിൻ പറയുന്നുണ്ട്, നിങ്ങളുടെ ഒരു ആരും ഉദ്ദേശം നടക്കാൻ പോകണില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോയിനാണെങ്കിൽ അവൾ തല്ലുണ്ടാക്കി കഴിഞ്ഞിട്ട് ഇവള് റൂമിൽ വന്നിട്ട് ഇവളെ ലഗേജ് ഒക്കെ പാക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് അമ്മ ചോദിക്കുകയാണെങ്കിൽ നീ എവിടേക്ക് പോകണമെന്ന് ചോദിക്കുമ്പോൾ ഇവൾ ഇവിടുന്ന് പോകാന്ന് പറയുമ്പോൾ ഇവൾക്കിട്ട് ഒരു അടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ സ്റ്റെപ്പ് ഫാദർ വരുന്നുണ്ട്. സ്റ്റെപ്പ് ഫാദർ വന്ന സമയത്ത് അമ്മയുടെ അടുത്ത് പറയാണ് എന്തോ ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് അമ്മേനെ പുറത്തേക്ക് ഉണ്ട്. ആ ടൈമിൽ കറക്റ്റ് ഇയാളാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. ഹീറോയിനാണെങ്കിൽ പേടിച്ചിട്ട് അവളാണെങ്കിൽ ഡോർ അടച്ച് ഉള്ളിൽ തന്നെ നിൽക്കുകയാണ്. ഇയാളാണെങ്കിൽ താക്കോൽ എടുത്തിട്ട് ഡോർ ഓപ്പൺ ചെയ്ത് നിൽക്കണം. ആ സമയത്ത് കറക്റ്റ് അവളെ കൂട്ടുകാരി വരുന്നുണ്ട്. കൂട്ടുകാരിക്ക് ഓൾറെഡി അവൾ വിളിച്ചിട്ടുണ്ടായിരിക്കും. കൂട്ടുകാരി വന്നിട്ട് പറയാണ് തൽക്കാലം അവൾ കുറച്ച് ദിവസം തന്നെ വീട്ടിൽ നിൽക്കട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇയാൾ ഓക്കെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ പറയാണ്, നീ കറക്റ്റ് സമയത്ത് വന്നു, അതുകൂടി ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ കൂട്ടുകാരി പറയുന്നുണ്ട് എന്നെ അങ്കളെ കൊണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് കറക്റ്റ് നമ്മുടെ ഹീറോനെ കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോ ആയിരിക്കും കൂട്ടുകാരനെ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും നമ്മുടെ ഹീറോയിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ഹീറോനെ കാണുന്ന സമയത്ത് തന്നെ ഇവള് താങ്ക്സ് പറയുന്നുണ്ട് കേട്ടോ. താങ്ക് യു അങ്കിൾ എന്നാണ് വിളിക്കണത് കേട്ടോ. പിന്നെ കാറിൽ പോകുന്ന ടൈമിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവളുടെ പീരീഡ്സ് ഡേറ്റ് ആയിട്ടുണ്ട്. ഈ സമയത്താണെങ്കിൽ ഇവൾക്ക് സ്റ്റൊമക്കിൽ പെയിൻ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ കൂട്ടുകാരോട് കാര്യം പറയുന്നുണ്ട്. ആ ടൈമിൽ ഇവൾക്കാണെങ്കിൽ പേടൊന്നും ഉണ്ടായിരിക്കില്ല. ഇവള് പറയാണ്, ഈശ്വരം ഇത്ര കോസ്റ്റ്ലായിട്ടുള്ള കാറൊക്കെ വൃത്തികേടാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇത് നമ്മുടെ ഹീറോ എന്തോ മനസ്സിലാക്കുന്നതുകൊണ്ട് ഹീറോ വന്നു കഴിഞ്ഞിട്ട് നൈസായിട്ട് നമ്മുടെ ഹീറോയിനെ എടുത്ത് പൊക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ട് നമ്മുടെ കൂട്ടുകാരി ഷോക്കാവുന്നുണ്ട്. എന്ത് അങ്കിൾ അവൾ എടുത്തുന്നോ, എന്നെ പോലും ഇങ്ങനെ കെയർ ചെയ്തില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിൽ വീട്ടിൽ വന്നിട്ട് ഇവൾക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവളുടെ റൂമൊക്കെ കാണിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവിടേക്ക് ബാത്തിങ്ങിന് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് വരുന്ന ടൈമിലേക്ക് ഇവൾക്കാണെങ്കിൽ ഷുഗർ സിറപ്പും അതുപോലെ തന്നെ പാഡ്സും വാങ്ങി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇത് കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. കാരണം ഇവളുടെ ലൈഫിൽ ഇവൾ ആരും ഇങ്ങനെ കെയർ ചെയ്തിട്ടില്ല. അങ്ങനെ ഇവളെ അമ്മയാണെങ്കിൽ കോൾ ചെയ്തിട്ട് പറയാണ് നീ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഫ്രണ്ടിൻ്റെ വീട്ടിലാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ടൈമിൽ അമ്മ പറയുന്നത് തിരിച്ചു വരാൻ പറയുന്നുണ്ട്. അപ്പോൾ ആ ടൈമിൽ കറക്റ്റാണ് നമ്മുടെ സ്റ്റെപ്പ് ഫാദർ എടുത്ത് സംസാരിക്കുന്നുണ്ട്. ഇയാളെ കാണുന്ന സമയത്ത് ഇവൾക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ ഹീറോയിൻ്റെ ഫേസ് കാണുന്നത് കാണുമ്പോൾ ഇയാൾ പറയണതേ ഇവളുടെ കൂടെ വേറൊരാളുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ അമ്മയുടെ സംസാരിക്കേണ്ട. അപ്പോഴേക്കും നമ്മുടെ ഹീറോയിനാണെങ്കിൽ പേടിച്ച് കോൾ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇയാളാണെങ്കിൽ ഫോൺ എടുത്ത് വലിച്ച് എറിയുന്നുണ്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിനെ നല്ല രീതിയിൽ കെയറൊക്കെ ചെയ്യാണ് കേട്ടോ. അവളെ മുടിയൊക്കെ ഡ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനെ തന്നെ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള മൊമെൻറ്റ്സ് കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. പിന്നീട് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഉറങ്ങാണ്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോ അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അവളുടെ അടുത്ത് വന്നു കഴിഞ്ഞിട്ട് അവൾ നൈസായിട്ട് ഒരു കിസ്സൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സെക്കൻഡ് അവളെ നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ നെക്സ്റ്റ് ആണ് കാണിക്കുന്നത്. അവൾ മോർണിംഗ് എണീക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സർവൻസ് വന്നിട്ട് അവൾക്ക് വേണ്ടിയിട്ടുള്ള കോസ്റ്റ്ലായിട്ടുള്ള ഐറ്റംസ്, അതായത് മാലകൾ, അത് ഡ്രസ്സ്, അങ്ങനത്തെ എല്ലാതും നമ്മുടെ ഹീറോ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ ഫുഡൊക്കെ വെറൈറ്റി ഡിഷസ് ആയിരിക്കും കേട്ടോ. ഇതൊക്കെ കണ്ട് ഇവളെ കണ്ണാണെങ്കിൽ വണ്ടടിച്ച് പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒരു റൂമിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അവിടെ ആണെങ്കിൽ ഒരു കുട്ടിയുടെ പെയിൻറ്റിങ് ഉണ്ടായിരിക്കും. ഇത് പറയാണ് നമ്മുടെ ഹീറോയിൻ്റെ ക്രഷാന്ന് പറയുന്നുണ്ട് കേട്ടോ, ഹീറോയിൻ്റെ. അപ്പോൾ ഈ സമയത്ത് ഈ റൂമിലേക്ക് ആർക്കും അങ്ങനെ പ്രവേശനം ഉണ്ടായിരിക്കും. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആ ഫോട്ടോ നോക്കണില്ല കേട്ടോ. പക്ഷേ ആക്ച്വലി ആ ഫോട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആരുടെയല്ല, നമ്മുടെ ഹീറോയിൻ്റെ ഫോട്ടോ തന്നെയാണ് കേട്ടോ. അവൻ വരച്ച് വെച്ചിട്ടുണ്ട്.
വിചാരിച്ചിട്ടുണ്ടായിരിക്കുക. ഇവള് മനസ്സിൽ തിങ്ക് ചെയ്യാൻ ഓൾറെഡി അവന് വേറൊരാൾ ഇഷ്ടമാണല്ലോ, എന്തായാലും ഞാൻ അവനെ ഡിവോഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇവള് ചിന്തിക്കുന്നുണ്ട്. ഈ സമയത്ത് ആ പിക്ചർ കാണുന്നുണ്ട്, അത് നമ്മുടെ ഹീറോയിൻ്റെ പിക്ചറാണ്. പക്ഷെ നമ്മുടെ ഹീറോയിൻ കാണില്ല കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് ഫാദറിനെയാണ് കാണിക്കുന്നത്. ഇവളാണെങ്കിൽ ഓഫീസ് വരുന്ന ടൈമിൽ ഈ സ്റ്റെപ്പ് ഫാദറാണെങ്കിൽ ഇവിടുത്തെ മോശമായിട്ട് ബിഹേവ് ചെയ്യേണ്ടിയിട്ട് എന്നിട്ട് പറയാണ്, എത്ര വേഗം നീ തിരിച്ച് വീട്ടിലേക്ക് വന്നു, അല്ലെങ്കിൽ നിൻ്റെ അമ്മയ്ക്കുള്ളത് ഞാൻ കൊടുക്കുന്നു പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ വാണിച്ച് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഇവളോട് പറയാണ്, നിൻ്റെ ഒരുപാട് റെക്കോർഡ്സ് കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഓഫീസിൽ സ്റ്റാഫൊക്കെ വന്നിട്ട് ചോദിക്കണം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇയാൾ പറയണത് ഇത് എൻ്റെ മോളാണ്, പക്ഷേ ഇവൾക്ക് എന്നോട് ഒരു സ്നേഹമില്ല, ഇവളാണെങ്കിൽ വീട് വിട്ട് ഇറങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ അവിടുത്തെ ഓഫീസിലെ സ്റ്റാഫ്സൊക്കെ നമ്മുടെ ഹീറോയിനെ മോശമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇയാൾക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ഒക്കെ ആവുന്നുണ്ട്. ആ സമയത്ത് കറക്റ്റ് നമ്മുടെ ഹീറോ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. ഹീറോ വന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ഇയാൾ ചോദിക്കുകയാണ് നിങ്ങളാരാണ് ചോദിക്കേണ്ടത്. ആ സമയത്താണ് കമ്പനിയിലെ വേറൊരു ഓഫീസർ വന്നിട്ട് പറയുകയാണ് ഇതാണ് കമ്പനിയുടെ ഓണർ എന്ന് പറയുന്നത്. നമ്മുടെ ഹീറോനെ ഓൾറെഡി അയാൾക്ക് അറിയില്ല. എന്നിട്ട് ഇയാളാണെങ്കിൽ സോറി പറയുന്നത്. ഇയാൾക്കാണെങ്കിൽ നല്ല ദേഷ്യം വരേണ്ട ആ ടൈമിൽ കേട്ടോ. പിന്നീട് അതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ ഹീറോൻ്റെ മേലിൽ ക്രഷുള്ള ഒരു പെണ്ണിനെയാണ് കേട്ടോ. ഇവളെ പേര് സൂണാണ്. ഈ സൂണാണെങ്കിൽ തിരിച്ചു വന്നേക്കാണ്. ഇവളാണെങ്കിൽ പുറത്ത് അബ്രോഡ് പോയി പഠിക്കാൻ പോയിക്കായിരുന്നു. അപ്പോൾ നമ്മുടെ ഹീറോയും വിചാരിക്കും ഇനി ഈ പെണ്ണിനാണോ ഇവന് ക്രഷ് എന്ന് ആലോചിച്ചിട്ട് ഇവളാണെങ്കിൽ അവിടെ നിന്ന് മാറി കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഹീറോ വിചാരിക്കും ഇവളെന്താണ് പബ്ലിക്കിൻ്റെ മുന്നിൽ എന്നെ ഹസ്ബൻഡായിട്ട് അംഗീകരിക്കുന്നത് അവൻ തിങ്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ പെണ്ണിനാണെങ്കിൽ അവൻ മൈൻഡ് ചെയ്യില്ല, അവനാണെങ്കിൽ അവിടെ നിന്ന് പോകേണ്ട. ഈ സമയത്ത് ഈ പെണ്ണിന് നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ ഹീറോയിൻ്റെ പ്ലേസാണ് കാണിക്കുന്നത്. അവിടെ ആണെങ്കിൽ ഒരു കപ്പ് ഇരിക്കുന്നുണ്ട്. അത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള കപ്പാണ്. നമ്മുടെ ഹീറോൻ്റെ സെയിം കപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ്സൊക്കെ പറയുകയാണ് ഇത് നമ്മുടെ സാറിൻ്റെ കപ്പ് ആണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഹീറോൻ്റെ ആ കപ്പും കാണിക്കുന്നുണ്ട് കേട്ടോ. അവൻ കോഫി കുടിക്കുകയാണ്. ഈ ടൈമിൽ ഈ പെണ്ണ് വന്നിട്ട് പറയുകയാണ് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, എന്നിട്ട് നീ എന്തെന്നെ മൈൻഡ് ചെയ്യാത്തെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ നമ്മുടെ ഹീറോൻ്റെ അടുത്ത് കുറച്ച് ക്ലോസ് ആകാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ പെണ്ണിനോട് വലിയ താല്പര്യമൊന്നുമില്ല. നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിന് ഓൾറെഡി റിംഗ് ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരിക്കും. ആ റിംഗ് ആണെങ്കിൽ പെണ്ണിട്ട് നോക്കിയിട്ട് പറയണേ ഇതൊന്നും സൈസ് കറക്റ്റ് അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ പറയണത് നിനക്കുള്ള റിംഗ് അല്ലാന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന സമയത്ത് ഈ പെണ്ണിന് നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഹീറോയിന് വേണ്ടായിരിക്കും അവൻ റിംഗ് ഒക്കെ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അവൾ അളവിനുള്ള റിംഗ്സ് ഒക്കെ ആയിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിന് റിംഗ് എടുത്ത് വെക്കുന്നുണ്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഈ പെണ്ണാണെങ്കിൽ നേരെ നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഈ കപ്പ് കാണുന്നുണ്ട് കേട്ടോ. ഇത് കാണുന്ന സമയത്ത് ഇവൾക്ക് എന്തൊക്കെ ഡൗട്ട്സ് ആവുന്നുണ്ട്. ഇവൾ ചോദിക്കുകയാണ് ഈ സെയിം കപ്പ് തന്നെയാണല്ലോ അവൻ്റെ കയ്യിലുള്ളതെന്ന് ചോദിക്കുന്നത്. നിങ്ങൾ തമ്മിൽ എന്താ റിലേഷൻ, നീ എന്താ അവനെ സെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിനാണെങ്കിൽ പാവം ഒന്നും പറയണില്ല. അപ്പോൾ ഈ സമയത്ത് സ്റ്റാഫ്സിനൊക്കെ വിളിച്ചിട്ട് പറയണ കണ്ട ഇവളെ ക്യാരക്ടർ കണ്ട ബേഡാന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. ഇതേ സമയത്ത് ഈ സ്റ്റാഫ്സും അത് അങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ പെണ്ണിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവളാണെങ്കിൽ കപ്പ് എടുത്ത് എറിഞ്ഞ് പൊട്ടിക്കുന്നുണ്ട്. ഇത് കാണുന്ന സമയത്ത് ഹീറോയിന് നല്ല വിഷമം വരുന്നുണ്ട് കേട്ടോ. അവൾ പറയണേ നിങ്ങൾ പറയണ പോലെയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഇവളാണെങ്കിൽ അത് എടുക്കുന്നുണ്ട്. ആ സമയത്ത് ഇവളെ കൈ ചെറുതായിട്ട് മുറിയുണ്ട്. ഇതൊക്കെയാണെങ്കിൽ സ്റ്റെപ്പ് ഫാദർ കാണുന്നുണ്ട്. ഇയാൾക്കാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും നമ്മുടെ ഹീറോയിനെ മോശമായിട്ട് പറയണേ, ഈ പെണ്ണിനാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് കറക്റ്റ് നമ്മുടെ ഹീറോ അവിടേക്ക് വരുന്നുണ്ട്. ഈ കയ്യിലുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ്റെ കൈ ചെറുതായിട്ട് ഇഞ്ചുറി ആയിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇത് കാണുന്ന സമയത്ത് ഹീറോയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇവളാണെങ്കിൽ കൈ മറിച്ച് പിടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ ചോദിക്കേണ്ടത് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ ഈ പെണ്ണൊന്നും അറിയാത്ത പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒന്നും പറയണില്ല. അവൾ പറയുന്നുണ്ട് ഒന്നുമില്ല, ഇത് കൈ തട്ടി പോയതാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആ പ്രശ്നം സോൾവ് ചെയ്യാൻ ശ്രമിക്കാൻ കേട്ടോ. അപ്പോഴും നമ്മുടെ ഹീറോ ആണെങ്കിൽ പറയണമെന്നുണ്ട് ഇവളെൻ്റെ വൈഫാന്ന് പറയാൻ വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഹീറോയിൻ തടയാണ് കേട്ടോ. അതായത് അവൾ പറയണില്ല. അതിനുശേഷം നമ്മുടെ ഹീറോ പുറത്തേക്ക് വരാണ്. ആ സമയത്താണ് നമ്മുടെ ഹീറോയിനോട് കാറിൽ കയറാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവളും ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കയറുന്നുണ്ട്. ആ സമയത്ത് കറക്റ്റ് സ്റ്റെപ്പ് ഫാദറാണെങ്കിൽ ഇവളെ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇയാൾ നോക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ്റെ കാറിൽ കയറുന്നതായിട്ടാണ് കാണുന്നത്. ഇയാളാണെങ്കിൽ ഇത് ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവളെ കൈയുടെ ഇഞ്ചുറി കാണുന്ന സമയത്ത് നമ്മുടെ ഹീറോ എന്ത് ചെയ്യുന്ന അറിയട്ടെ, ആ ഇഞ്ചുറി ആണെങ്കിൽ അവിടുത്തെ ബ്ലഡ് ആണെങ്കിൽ അവൻ വായിൽ വെക്കേണ്ടി. ഈ സമയത്ത് ഇത് കണ്ട് ഇവൾക്കാണെങ്കിൽ ഷോക്ക് ആവേണ്ടിട്ടാ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് നീ എന്താണ് എന്നെ ഹസ്ബൻഡായിട്ട് അംഗീകരിക്കാതെന്ന് ചോദിക്കുന്നുണ്ട് പബ്ലിക്കിൻ്റെ മുന്നിൽ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനെ ആലോചിക്കുന്നത് ഇവന് ഓൾറെഡി ഒരു ക്രഷ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഇവൾ പറയാത്ത ഇവനിൽ നിന്ന് എങ്ങനെയെങ്കിലും അവൾക്ക് ഡിവോഴ്സ് വേണം, അതിന് വേണ്ടിയിട്ടാണ്. ആക്ച്വലി ഹീറോയിന് ഇവനോട് ഇഷ്ടമൊക്കെയുണ്ട്, പക്ഷേ ഇവന് ഇവൾ ഇഷ്ടപ്പെടില്ല എന്ന് വെച്ചിട്ട് അവൾ ചിന്തിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ സ്റ്റെപ്പ് ഫാദർ ആണെങ്കിൽ കാർ ഓപ്പൺ ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ ഹീറോയിന് ഇത് പേടിയാവുന്നുണ്ട്. ഇയാൾ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവും എന്ന് വെച്ചിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ പതുങ്ങി നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ അതിൻ്റെ ചില്ല് ഓപ്പൺ ചെയ്യേണ്ട. ആ സമയത്ത് ഹീറോനെ കാണുമ്പോൾ ഇയാൾക്കാണെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല, കാരണം ഓൾറെഡി ബോസ് ആണല്ലോ. അങ്ങനെ ഇയാളാണെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇയാൾക്ക് നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇയാളാണെങ്കിൽ ഓൾറെഡി ഫോട്ടോ എടുത്തിട്ടുണ്ടായിരിക്കും. അതിനുശേഷം നമ്മുടെ ഹീറോ പറയുന്നുണ്ട് നീ വിഷമിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ നല്ല രീതിയിലൊക്കെ കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. വീട്ടിൽ വന്നിട്ട് ഇയാളാണെങ്കിൽ വൈഫിൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ ഫോട്ടോസ് കാണിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ഹീറോയിൻ കാറിൽ കയറിയിട്ട് പറയുകയാണ് നിൻ്റെ മോള് കണ്ടില്ലെന്ന് ചോദിക്കുന്നുണ്ട്, നീയാണ് ഇവിടെ മര്യാദ പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് ചീത്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് അമ്മയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യമൊക്കെ
വരുന്നുണ്ട് കേട്ടോ. ഈ അമ്മയ്ക്കാണെങ്കിൽ നമ്മുടെ ഹീറോയിനോട് അത്രയ്ക്ക് വലിയ സ്നേഹമൊന്നുമില്ല. എന്നിട്ട് ഈ അമ്മയാണെങ്കിൽ ഇരുന്ന് അവിടെ കരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ ഇയാൾ പറയുന്നത് മോൾ എത്ര വേഗം വിളിച്ചു കൊണ്ടുവരുമെന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ്റെ റൂമിലേക്ക് വരാണ് ഇയാൾ. സമയത്ത് ഹീറോയിൻ്റെ കുറേ ഫോട്ടോസും കാര്യങ്ങളും തിങ്സൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരിക്കും കേട്ടോ. എന്നിട്ട് ഇയാൾ പറയണം ഒരിക്കലും നീ എന്നെ വിട്ടു പോയി ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ ഒരു സൈക്കോടെ പോലെ കേട്ടോ. പിന്നീട് അതിന് ശേഷം നമ്മുടെ ഹീറോയിൻ്റെയും ആ പെണ്ണിൻ്റെയും ന്യൂസൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവർ തമ്മിൽ റിലേഷൻ ഉണ്ട് അങ്ങനത്തെ ഒക്കെ. നെക്സ്റ്റ് ആണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അമ്മയാണെങ്കിൽ ഓഫീസിൽ വന്നിട്ട് എൻ്റെ മോൾ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ടൈമിൽ ഈ അമ്മയാണെങ്കിൽ പ്രശ്നം ഉണ്ടാക്കാണ്. അപ്പോൾ സ്റ്റാഫ്സൊക്കെ ചോദിക്കാൻ ആരാ മോൾ ചോദിക്കാൻ നമ്മുടെ ഹീറോയിനെ പേര് പറയുന്നുണ്ട് കേട്ടോ. ടൈമിൽ കറക്റ്റ് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കണം അമ്മ എന്താ ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അമ്മ പറയുന്നുണ്ട് നീ എന്തുദ്ദേശിച്ചിട്ടാണ് നടക്കണമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ വെറുതെ ആവശ്യമില്ലാണ്ട് ഞങ്ങളെ ഇമേജസൊക്കെ നീ ബാഡാക്കാൻ നോക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. ഈ സമയത്ത് കറക്റ്റ് നമ്മുടെ അസിസ്റ്റൻറ്റ് വന്നിട്ട് ഹീറോയിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നമ്മുടെ ഹീറോയിൻ്റെ അമ്മ വന്നിട്ട് ഓഫീസിൽ ഇഷ്യൂ ആക്കാന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അമ്മയും ഹീറോയിൻ തമ്മിൽ ചെറുതായിട്ട് ഒരു ഫൈറ്റ് പോലെ നടക്കുന്നുണ്ട്. ഹീറോയിനെ പിടിച്ച് തള്ളുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് സ്റ്റാഫ്സൊക്കെ പറയുന്നത് ഇവളുടെ ക്യാരക്ടർ ഇത്ര ബാഡാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട്. സ്റ്റെപ്പ് ഫാദർ വന്നു കഴിഞ്ഞിട്ട് പറയുന്നത് സാല മോളവാ നമുക്ക് വീട്ടിലോട്ട് പോകാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ടൈമിൽ നമ്മുടെ ഹീറോയിൻ്റെ കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഹീറോയിൻ്റെ അമ്മ വരുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ ഹീറോയിൻ നിൽക്കുന്ന ടൈമിൽ ഇവളെ തള്ളി മാറ്റുമ്പോൾ ഹീറോ കറക്റ്റ് വന്നിട്ട് ഇവളെ ക്യാച്ച് ചെയ്യുന്നുണ്ട്. എൻ്റെ ഹീറോ പറയാണ് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഓഫീസിൽ വന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞിട്ട് അമ്മയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അമ്മ ചോദിക്കണം നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അതെന്ന് പറഞ്ഞ് പറയാൻ വരുന്നുണ്ട്. പക്ഷേ ഇവൾക്കാണെങ്കിൽ അത് ഫുൾ ഫില്ല് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ ഹീറോ പറയുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ റിലേഷൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൾ എൻ്റെ വൈഫാന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവനാണെങ്കിൽ ഇവൻ്റെ സർട്ടിഫിക്കറ്റ് കാണിക്കുന്നുണ്ട്, മാരേജ് സർട്ടിഫിക്കറ്റ്. എന്നിട്ട് ചെക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണെങ്കിൽ അമ്മ നോക്കുന്ന സമയത്ത് ഇവരെ മാരേജ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ ഹീറോയിനൊന്ന് ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ. ഹീറോയിൻ മാത്രമല്ല ഓഫീസിലെ സ്റ്റാഫ്സ് മൊത്തം ഷോക്ക് ആവുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇവളെ കയ്യിൽ റിങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. റിങ് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഹീറോ പറയാണ് ഇപ്പോഴെങ്കിലും ഇത് പറയണമെന്ന് പറയുന്നത്. ഈ സമയത്ത് സ്റ്റെപ്പ് ഫാദറാണ് എനിക്ക് കേട്ടിട്ട് തീരെ സഹിക്കണില്ല കേട്ടോ. നമ്മുടെ അമ്മയ്ക്ക് എന്തോ പോലെയൊക്കെ ആവുന്നുണ്ട്. അത് അപ്പോഴേക്കും നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഓൾറെഡി ബോധം കെട്ടുണ്ടായിരിക്കും. കാരണം ഇവൾക്ക് ഇഞ്ചുറി പറ്റിയ കാരണം എന്തോ തലകറക്കം പോലെ വന്നിട്ടുണ്ട്. നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൾ എടുത്ത് കൊണ്ടുപോയിട്ട് പറയാണ് ഇവളെ വേദനിപ്പിച്ച ഒരാളും വെറുതെ വിടാൻ പാടില്ലെന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് അസിസ്റ്റൻറ്റ് വന്നിട്ട് അമ്മയുടെ ചോദിക്കണേ നിങ്ങളൊക്കെ ഒരു അമ്മയാണോ ചോദിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിനെ വിശ്വസിക്കാണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറയുന്നുണ്ട്. അങ്ങനെ കൂട്ടുകാരുടെ അടുത്ത് നമ്മുടെ ഹീറോയിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ കണ്ണ് തുറക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിനെ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോ പറയുന്നുണ്ട് നീ ഹാപ്പി ആയിട്ടിരിക്കും ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് സ്റ്റെപ്പ് ഫാദറിനെ കാണാൻ പോകേണ്ടി. ഇവനാണെങ്കിൽ ഉണ്ടല്ലോ ആ ഓഫീസിലത്തെ കംപ്ലീറ്റ് ഡോർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് ഫാദറിനെ പിടിച്ച് നല്ല അടി കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് പറയുകയാണെങ്കിൽ എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എൻ്റെ വൈഫിനെ മേലെ കൈവയ്ക്കുന്നതാണ് ചോദിക്കുന്നത് കേട്ടോ. ഈ സമയത്താണെങ്കിൽ ഇവിടെ അടി നടക്കുന്നതൊക്കെ പുറത്ത് സ്റ്റാഫ്സ് കേൾക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഹീറോ റിട്ടേൺ തിരിച്ച് വന്നിട്ട് നമ്മുടെ ഹീറോയിനെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഇവൻ്റെ കയ്യിൽ ചെറുതായിട്ട് ഇഞ്ചുറി സംഭവിക്കുമ്പോൾ നമ്മുടെ ഹീറോയിനും അവനെ തിരിച്ച് കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇയാൾക്കാണെങ്കിൽ അടി കിട്ടി കഴിഞ്ഞിട്ട് ഇയാളാണെങ്കിൽ ആ ഫുൾ ദേഷ്യം ഇയാളെ വൈഫിൻ്റെ അടുത്ത് തീർക്കാൻ കേട്ടോ. അപ്പോൾ ഈ സമയത്ത് വൈഫ് ആകെ പേടിച്ച് പോകുന്നുണ്ട്. എന്നിട്ട് വൈഫിനെ പിടിച്ച് അടിക്കുന്നുണ്ട്. അങ്ങനെ വൈഫ് കരയുന്ന സമയത്ത് ഇയാളാണെങ്കിൽ പെട്ടെന്ന് ഇയാൾ ക്യാരക്ടർ മാറി കഴിഞ്ഞിട്ട് പറയണ സോറി അവൻ എന്നെ അടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീലായി അതാണ് നിൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് വീണ്ടും ആക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയണം ഒരിക്കലും ഞാൻ ആൾ വിട്ടു കൊടുക്കില്ല എന്നാണ് ഇയാൾ മനസ്സിലാലോചിക്കുന്നത് കേട്ടോ. അതിനുശേഷം നമ്മുടെ ഹീറോയിനെ ഓഫീസിലേക്ക് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ ഓൾറെഡി മനസ്സിലായിട്ടുണ്ടല്ലോ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹീറോയിൻ്റെ വൈഫൊക്കെയാണെന്ന്. അങ്ങനെ അവളും ഓഫീസിലേക്കൊക്കെ എൻ്റർ ആവുന്നുണ്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇവളെ നല്ല രീതിയിൽ കെയർ ഒക്കെ ചെയ്യുന്നതാണ് കേട്ടോ. അങ്ങനെ ഇവൾക്ക് പ്രോട്ടീൻസും അങ്ങനത്തെ കണ്ടൻറ്റൊക്കെ അടങ്ങിയിട്ടുള്ള ഫുഡൊക്കെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ്. ഇതൊക്കെ കാണുമ്പോൾ ഇവൾക്ക് ഭയങ്കര ഹാപ്പിയൊക്കെ ആവുന്നുണ്ട്. അതിനുശേഷം അമ്മ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയുകയാണ് നീ വീട്ടിലേക്ക് വരണമെന്ന് പറയുന്നുണ്ട്. ഒരു തവണ വന്നാൽ മതി പ്ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആദ്യം അവൾ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ അവസാനം അവൾ ഓക്കെ ഞാൻ വരാമെന്നൊക്കെ പറയണ്ടേ. എന്തൊക്കെയായാലും അമ്മയാണല്ലോ. അങ്ങനെ നമ്മുടെ അമ്മയും ശരിയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇതാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയുന്നത് ഇവൾക്ക് ഇവളാണെങ്കിൽ ഹീറോൻ്റെ ക്യാബിനിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് എങ്ങനെയാണ് പറയേണ്ടതെന്ന് ഇവൾക്ക് ചെറുതായിട്ടൊരു ഇതുണ്ട്. കാരണം നമ്മുടെ ഹീറോ സമ്മതിക്കില്ല. അപ്പോഴേക്കും നമ്മുടെ ഹീറോ ചോദിക്കണേ എനിക്ക് എന്താണോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ മടലിൽ എടുത്തിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇവൾ എനിക്കിന്ന് പറയാൻ വരുന്നുണ്ട്. അപ്പോഴേക്കും അവനൊരു കോൾ വരുന്നുണ്ട്. അവൻ എന്തോ ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഇവൻ പറയാണ് തൽക്കാലം ഞാൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ട് വരാം നീ ഇവിടെ നിൽക്കുന്നു പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടെ നിന്ന് പോണ വഴിയിൽ ഇവൾക്ക് ചെറുതായിട്ട് കിസ് കൊടുത്തിട്ടാണ് പോണത് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ അമ്മയുടെ മെസ്സേജ് വന്നിട്ടുണ്ട് പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ട്. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിൽ നേരെ വരണത് മീറ്റിങ്ങിനൊന്നല്ല അവൻ്റെ അമ്മ വിളിച്ചിട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. ആ സൂം എന്ന് പറഞ്ഞ പെണ്ണുണ്ടല്ലോ ആ പെണ്ണിനെ കല്യാണം കഴിക്കാനായിരിക്കും അമ്മ പറയുക. പക്ഷെ നമ്മുടെ ഹീറോ പറയണേ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ അമ്മയാണ് ആക്ട് ചെയ്തിട്ട് പറയുകയാണ് എനിക്ക് എത്ര വേഗം നിൻ്റെ കല്യാണം നടത്തണം അല്ലെങ്കിൽ ഞാനിപ്പോൾ മരിച്ചു പോകുന്നു പറയുമ്പോൾ നമ്മുടെ ഹീറോ പറയണം ഞാൻ ഓൾറെഡി മാരീഡാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ റിങ് എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ട് ഇവർ ഷോക്കാവുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഹീറോയും വീട്ടിലേക്ക് വരാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് അമ്മ കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ കറക്റ്റ് ഇവിടെ സ്റ്റെപ്പ് ഫാദർ വന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ബോധം കെടുത്താണ് കേട്ടോ. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ബോധം കെട്ട് പോയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവളെ റൂമിൽ കൊണ്ട് വെച്ചേക്കാണ്. ആ സമയത്ത് ഇയാളാണെങ്കിൽ ഒരു സൈക്കോടെ പോലെ ഇവളെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇവളെ അടുത്തേക്ക് വരാണ് കേട്ടോ.
ഇയാൾ പറയാണ്, എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നെ വിട്ട് പോന്ന് ചോദിക്കണ്ട, നിന്നെ ഞാൻ അങ്ങനെ ആർക്കും കൊടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇയാളാണെങ്കിൽ ഇവളടുത്തേക്ക് വരണം. ഇവളാണെങ്കിൽ ആകെ പേടിച്ച് പോയിട്ട് ഹീറോയ്ക്ക് കോൾ ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ കോളാണെങ്കിൽ കണക്റ്റ് ആവണില്ല. ഇവിടെ ആണെങ്കിൽ നമ്മുടെ ഹീറോയും ഈ പെണ്ണും അമ്മയ്ക്കായിട്ട് സംസാരിക്കാൻ കേട്ടോ. ഹീറോ പറയുന്നുണ്ട് എനിക്ക് താല്പര്യമില്ല, ഞാൻ ഇവളെ ഒരിക്കലും കിട്ടില്ല, എൻ്റെ ഓൾറെഡി മാരേജ് കഴിഞ്ഞാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയും സംസാരിക്കുന്നുണ്ട്. ഈ സമയത്ത് അങ്ങനെ പറയുന്ന ടൈമിലാണ് നമ്മുടെ ഹീറോയിൻ്റെ കോൾ വന്നിട്ടുണ്ടെങ്കിൽ അത് കണക്റ്റ് ആവാണ്ട് പോയിട്ടായിരിക്കും. പക്ഷേ മിസ് കോൾ എടുക്കുമ്പോൾ ഇവന് എന്തോ ഹീറോയിന് അപായം സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവൻ പറയുകയാണ് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ അവിടെ നിന്ന് വേഗം പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേസമയം തന്നെ നമ്മുടെ ഹീറോൻ്റെ അമ്മയുണ്ടല്ലോ, അവളാണെങ്കിൽ ഇയാളെ ഈ സ്റ്റെപ്പ് ഫാദറിൻ്റെ റൂമിൽ വന്ന് നോക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ഹീറോൻ്റെ ഫോട്ടോസാണ്. ഇത് കാണുമ്പോൾ ഈ അമ്മയ്ക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും നമ്മുടെ ഹീറോയും പറയാൻ ശ്രമിച്ചത് ഇയാളുടെ സ്വഭാവം ബാഡാന്നൊക്കെ. അങ്ങനെ ഇത് ഓർക്കുമ്പോൾ നമ്മുടെ അമ്മയ്ക്കാണെങ്കിൽ നല്ല സങ്കടം വരുന്നുണ്ട് കേട്ടോ. അതായത് ഹീറോയും പലവട്ടം പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇയാൾ ക്യാരക്ടർ പൊട്ടയാണ്, ഇയാൾ എൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത് മോശമായിട്ടെന്നൊക്കെ. അങ്ങനെ അമ്മ വരുന്ന സമയത്ത് ഹീറോയിനാണെങ്കിൽ ഇങ്ങനെ കെട്ടിയിട്ടേക്കാണല്ലോ, എന്നിട്ട് എൻ്റെ മോളിൽ നിന്ന് എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയണേ. ഈ സമയത്ത് കറക്റ്റ് സ്റ്റെപ്പ് ഫാദർ വന്നിട്ട് ചോദിക്കുകയാണ് നിന്നെ ഇപ്പം ആരും കൊണ്ട് വിളിച്ചെന്ന് പറഞ്ഞിട്ട് ഈ അമ്മേനെ പിടിച്ചടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അമ്മയും പറയാണ് ഞാനാണ് തെറ്റ് ചെയ്തതെന്ന് പറഞ്ഞ് നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്നെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഇയാളാണെങ്കിൽ അമ്മേനെ പിടിച്ചൊരു തള്ളു കൊടുക്കുന്നുണ്ട്. ഓൺ ദി സ്പോട്ടിൽ അമ്മ ഓൾറെഡി പ്രഗ്നൻ്റ് ആണല്ലോ. അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ അബോർഷൻ സംഭവിക്കുന്നുണ്ട് കേട്ടോ. അമ്മയ്ക്കാണെങ്കിൽ നല്ല പെയിനും വരുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിനാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റണം, ഇവളാണെങ്കിൽ അവിടെ നിന്ന് കരയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇയാൾ പറയണേ നീ മരിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും കറക്റ്റ് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. ഹീറോ വരുന്ന സമയത്താണെങ്കിൽ അമ്മ അവിടെ കിടക്കുന്നുണ്ട്, നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആകെ പേടിച്ച് നിൽക്കുന്നുണ്ട്. ഹീറോ ആണെങ്കിൽ വേഗം അവളെടുത്ത് വന്നിട്ട് പറയണേ നീ ഓക്കെ അല്ല, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, അമ്മേനെ രക്ഷിക്കണമെന്ന് പറയണ്ട. അങ്ങനെ അമ്മേനാണെങ്കിൽ സർജറി കൊണ്ടുപോവാണ്. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഹീറോയിൻ്റെ ഡോക്ടർ വന്നിട്ട് പറയാണ് അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ കുട്ടി മരിച്ചു എന്ന് പറയുന്നത്, കാരണം അബോർഷൻ ആയിട്ടുണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിന് നല്ല വിഷമമൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഹീറോ അവളെ നല്ല രീതിയിൽ കംഫർട്ട് ആക്കുന്നുണ്ട് കേട്ടോ. വിഷമിക്കൊന്നും വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇവളോ ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇവനെക്കാളും വലിയ സൈക്കോയാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണെങ്കിൽ വീണ്ടും നീ എൻ്റെ വൈഫിനെ ഹേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞിട്ട് ഇയാളാണെങ്കിൽ പിടിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഹീറോ. പിന്നീട് ആ സീൻ കട്ട് ചെയ്തിട്ട് കാണിക്കുന്നത് നമ്മുടെ ഹീറോൻ്റെ അമ്മയാണെങ്കിൽ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ ഒരുമിച്ചായിരിക്കും സ്ലീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. മോർണിംഗ് എണിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ നോക്കുമ്പോൾ ഹീറോനെ, അപ്പോൾ ഇവൾക്ക് എന്തോ അൺകംഫർട്ടബിൾ ഫീൽ ആവേണ്ടി ഇവൾ തിരിഞ്ഞു കൊടുക്കുന്ന സമയത്ത് പറയുകയാണ് ഞാൻ വേറെ ആരല്ല നിൻ്റെ ഹസ്ബൻഡാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവനെ ഒന്നും കൂടി ഇവളെ ഹഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടുകൊണ്ടായിരിക്കും നമ്മുടെ അമ്മ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ അമ്മയ്ക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്, കാരണം ഇവർ റൊമാൻറ്റിക് ആയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ അമ്മ ആണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഇവളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഹീറോയിനാണെങ്കിൽ ഒരു വളയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനും ഭയങ്കര ഹാപ്പിക്ക് ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കൂട്ടുകാരും അമ്മി സംസാരിക്കണം എന്നിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് പറയുന്നത് എൻ്റെ മരുമോളെന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഈ സൂം പെണ്ണിനാണ് കാണിക്കുന്നത്. ഇവളെ അടുത്താണെങ്കിൽ അമ്മ വന്നിട്ട് പറയുകയാണെങ്കിൽ ഇനി നീ വെറുതെ തന്നെ മോൻ്റെ പറയിൽ കൂടെ നടക്കണ്ട, അവൻ ഓൾറെഡി മാരീഡാണ്, നല്ലൊരു പെൺകുട്ടിനാണ് അവന് കിട്ടിയെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനി വെറുതെ അവരുടെ ലൈഫിലേക്ക് വലിഞ്ഞു കയറി ചെല്ലണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവൾക്ക് ഒരു വാണിംഗ് കൊടുക്കുന്നുണ്ട്. ഇത് കേൾക്കണ സമയത്ത് ഈ പെണ്ണിനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനാണ്. ഇവളാണെങ്കിൽ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് ആ പെണ്ണിൻ്റെ പണിയായിരിക്കും സൂമിൻ്റെ അവൾ ട്രാപ്പ് ചെയ്തായിരിക്കും കേട്ടോ. അപ്പോൾ ഇവൾക്കാണെങ്കിൽ ഡ്രിങ്ക്സിൽ എന്തോ പൊടിയൊക്കെ കലർത്തി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവിടെ നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് പോകുന്നിട്ടുണ്ട്. അപ്പോൾ സെയിം പ്ലേസിലാണ് നമ്മുടെ ഹീറോ ഉണ്ട് കേട്ടോ. സൂം പെണ്ണ് വന്നിട്ട് പറയാണ് നമ്മുടെ ഹീറോയിൻ്റെ ക്യാരക്ടർ ബാഡാന്ന് പറഞ്ഞിട്ട് അവനോട് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ പുറത്തേക്ക് എങ്ങനെയോ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോ കറക്റ്റ് അവളെ കണ്ടുപിടിക്കുന്നുണ്ട്. ഹീറോയിനെ കാണുമ്പോഴേക്കും ആ ഹീറോയിൻ്റെ മേലിക്ക് അവൾ വീടുണ്ട്. അങ്ങനെ ഹീറോയിനെ ഇത് ചെയ്ത ആൾക്കാരുണ്ടല്ലോ അവർക്ക് നല്ല പെട കൊടുക്കുന്നുണ്ട് കേട്ടോ അസിസ്റ്റൻറ്റ്. ഈ പെണ്ണാണെങ്കിൽ മറിഞ്ഞിട്ട് വീണ്ടും പ്ലാൻ ഫ്ലോപ്പായി പോയി എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് പോയി, കാരണം ഓൾറെഡി ഡ്രിങ്ക്സിൽ എന്തോ ഡ്രഗ്സ് കലർത്തിണ്ടല്ലോ. അങ്ങനെ അവർ അന്ന് നൈറ്റ് ഇൻറ്റിമേറ്റ് അവൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഉള്ള ടൈമിൽ നമ്മുടെ ഹീറോയിൻ സോറി പറയണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ ചോദിക്കണം എന്തിനാ സോറി ചോദിക്കും പറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി ഒരു പെൺകുട്ടീനെ ഇഷ്ടമാണ്, എത്ര ഞാൻ നിങ്ങൾ ഡിവോഴ്സ് ചെയ്യുമെന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. നമ്മുടെ ഹീറോ ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഹീറോയിനെ തന്നെയാണ്, പക്ഷേ ഇവൾക്കാണെങ്കിൽ അറിയില്ലല്ലോ. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിൽ മനസ്സിൽ ചിരിക്കുന്നുണ്ട് കേട്ടോ. അതായത് അവൻ പറയുന്നുണ്ട് എനിക്കിഷ്ടം നിന്നെ തന്നെയാണെന്ന് അവൻ മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിൻ പറയാണ് എത്രയും വേഗം ഞാൻ നിങ്ങളെ ഡിവോഴ്സ് ചെയ്യും, എന്നിട്ട് നിങ്ങൾ ആ പെൺകുട്ടിയോട് ഒരുമിച്ച് ജീവിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരിക്കലും ശരിയാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് അത് കാണിച്ച് നമ്മുടെ ഹീറോയിനും കൂട്ടുകാരെയാണ് കാണിക്കുന്നത് കേട്ടോ. നമ്മുടെ ഹീറോയിൻ പറയാണ് എനിക്ക് ആ പെൺകുട്ടിയുടെ ഫോട്ടോ കാണണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ കൂട്ടുകാരും ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇവരാണെങ്കിൽ റൂമിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ആ റൂമിലേക്ക് വരുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ ഹീറോ കറക്റ്റ് അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. ഹീറോനെ കാണുന്ന സമയത്ത് കൂട്ടുകാരിയാണെങ്കിൽ അയ്യോ ഞാനൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ നൈസായിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹീറോയെ പോകുന്ന ടൈമിലാണെങ്കിൽ ഹീറോ നമ്മുടെ ഹീറോയിൻ്റെ കൈ പിടിക്കുന്നത്. എന്നിട്ട് ചോദിക്കണം നിനക്ക് ആ പെൺകുട്ടി ആരാന്ന് അറിയണ്ടേന്ന് ചോദിച്ചിട്ട് ഇവളെ കീച്ച എടുത്ത് കൊടുക്കുന്ന സമയത്ത് ഇത് എൻ്റെ കീച്ചയല്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട് എനിക്ക് മുന്നേ തൊട്ടേ ഇഷ്ടമുള്ള പെൺകുട്ടി വേറെ ആരുമില്ല, നീ തന്നെയാണ് എൻ്റെ ക്രഷ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അവൾ തന്നെയാണ് എൻ്റെ വൈഫ് എന്നും പറഞ്ഞ് സംസാരിക്കുന്നത്. ഇത് കേൾക്കുന്ന സമയത്ത് ഇവൾക്ക് ഭയങ്കര ഹാപ്പിക്ക് ആവുന്നുണ്ട്. അങ്ങനെ അവിടെ ചെറുതായിട്ട് റൊമാൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അമ്മേനെ ലെറ്റർ ചെയ്താണ് ഞാൻ നിന്നെ ഒരു നല്ല
രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ട് ഞാൻ നല്ലൊരു അമ്മയായിരുന്നില്ല, ഞാൻ അതുകൊണ്ട് ഇവിടുന്ന് പോകാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അമ്മയാണെങ്കിൽ അവിടെ നിന്ന് പോവാണ്. ഈ സമയത്ത് അമ്മ പറയണ എൻ്റെ മോള് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ഹീറോയിന് ഭയങ്കര സാഡാണ്. പിന്നീട് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഹീറോയിൻ്റെ മാരേജ് ആണ് കേട്ടോ. കാരണം ഇവർ ജസ്റ്റ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ആ പെണ്ണ് അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിൻ അറ്റൊക്കെയാണ് വരുന്നത്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ കണ്ട് പേടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ കറക്റ്റ് നമ്മുടെ ഹീറോയും അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. ഈ പെണ്ണ് പറയുകയാണ് എനിക്ക് കിട്ടാത്ത ഭാഗ്യം എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഇവളെ കുത്താൻ നിൽക്കുകയാണ്. അങ്ങനെ ഈ സമയത്ത് ഹീറോ വന്നിട്ട് ഈ പെണ്ണിനിട്ട് ചവിട്ട് കൊടുക്കുന്നത് നമ്മുടെ ഹീറോയിൻ്റെ അമ്മയും അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അമ്മ വരുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ അമ്മ പറയണം ആദ്യമായിട്ടാണ് എൻ്റെ മോളെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ ചോദിക്കുകയാണ് അമ്മ എന്തിനാണ് എന്നെ വീട്ടിൽ പോകണമെന്ന് ചോദിക്കുന്നുണ്ട്. അമ്മ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ഇമോഷണലായിട്ട് കരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ അമ്മയ്ക്കും ഒന്നും തിരിച്ച് പറയാൻ പറ്റില്ല. എന്നിട്ട് അമ്മയോട് പറയുന്നുണ്ട് പ്രോമിസ് തരാൻ പറയുന്നുണ്ട് എന്നെ വിട്ട് ഒരിക്കലും പോകരുതെന്ന്. അപ്പോൾ അമ്മയും ഇല്ല മോളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ തമ്മിൽ അവിടെ ഹഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഇത് കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ മാരേജ് ആണ് കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിൻ്റെ മാരേജ് കഴിയാണ് ഫൈനലി. അങ്ങനെ അവൻ്റെ ഡ്രീം അച്ചീവ് ആയാണ്. അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു സീനോട് കാണിച്ചിട്ടാണ് നമ്മുടെ ഈ ഡ്രാമ എൻഡ് ആവുന്നത് തന്നെ കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിൻ്റെ ഡ്രീം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഹീറോയിൻ്റെ മാരേജ് കാണുന്നതായിരുന്നു. അങ്ങനെ ഫൈനലി അത് നടന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ.